ലോക രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന വൻ ശക്തികളുടെ കസേരയിലേക്ക് നമ്മുടെ ഇന്ത്യ തലയുയർത്തി കയറുകയാണ്. അന്താരാഷ്ട്ര വേദികളിൽ നമ്മുടെ അയൽക്കാർക്ക് നല്ല ഒന്നാന്തരം നെഞ്ചിരിച്ചിൽ തുടങ്ങിയിരിക്കുകയാണ്. മറ്റാരുമല്ല, അയൽരാജ്യമായ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനും അവരുടെ പട്ടാള മേധാവി അസീം മുനീറിനും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു അസൂയയ്ക്ക് ഒരൊറ്റ മെഡിക്കൽ ഷോപ്പിലും വരുന്നില്ല. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകവേദികളിൽ മാസ് കാണിച്ച് കയ്യടി നേടുമ്പോൾ ഇപ്പുറത്ത് പാകിസ്ഥാൻ എന്ന രാജ്യം നേരം വെളുത്തതു മുതൽ ഇരുട്ടുന്നത് വരെ ഇന്ത്യ എങ്ങനെ പൂട്ടാം, കശ്മീരിൽ എങ്ങനെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാം, അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ എങ്ങനെ അപമാനിക്കാം എന്ന് വിചാരിച്ച് തല പുകഞ്ഞു നടക്കുകയാണ്. അവർ ഇന്ത്യക്ക് മുന്നിൽ കുഴികൾ തോണ്ടാൻ നോക്കുന്ന ആ സമയം കൊണ്ട് മോദി ലോകരാജ്യങ്ങളെ ഒന്നൊന്നായി കൈപ്പിടിയിൽ ഒതുക്കി പുതിയ ചരിത്രം കുറിക്കുകയാണ് ചെയ്യുന്നത്. പാകിസ്ഥാൻ ഇപ്പോഴും ചൈനയുടെയോ മറ്റോ വാതിൽക്കൽ ഒരു തുള്ളി കടം കിട്ടുമോ എന്ന് ചോദിച്ച് ഭിക്ഷാപാത്രവുമായി നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ഇന്ത്യ ലോകത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തികളുടെ ഒപ്പം ഇരുന്ന് ആഗോള കാര്യങ്ങൾ തീരുമാനിക്കുന്ന തലത്തിലേക്ക് വളർന്നു കഴിഞ്ഞു. പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ തന്ത്രങ്ങൾ മെനയുന്ന ആ സമയം കൊണ്ട് ഇന്ത്യ ബഹിരാകാശത്തും ആഗോള രാഷ്ട്രീയത്തിലും പുതിയ ചരിത്രങ്ങൾ എഴുതുകയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ലോകമാകെ ചർച്ചയാകുന്ന G7 ഉച്ചകോടിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ഒരിടവേളയ്ക്ക് ശേഷം മോദിയെ കാണുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മോദിയുടെ നേർക്ക് നടന്ന് സംസാരിക്കുകയും ചോദിക്കുന്നതായ വീഡിയോ ഇന്ന് സോഷ്യൽ മീഡിയയിൽ തീ പടർത്തുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് നൽകുന്ന ഈ ബഹുമാനം വെറുമൊരു ഹസ്തദാനമല്ല, മറിച്ച് അത് പുതിയ ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിന്റെ വിളംബരമാണ്. ഇത് കണ്ട് അന്തം വിട്ടിരിക്കുകയാണ് ശത്രു രാജ്യങ്ങൾ. അതെ, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഭാരതത്തിന്റെ ഈ വമ്പൻ നയതന്ത്ര വിജയത്തിന് പിന്നിലെ രഹസ്യം എന്താണ്? നമുക്ക് പരിശോധിക്കാം. ആദ്യം തന്നെ എന്താണ് ഈ G7 എന്ന് മനസ്സിലാക്കണം. ലോകത്തിലെ ഏറ്റവും വികസിതവും അതിശക്തവുമായ സാമ്പത്തിക ശേഷിയുള്ള 7 വൻശക്തി രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ G7. അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, കാനഡ എന്നിവരാണ് ഈ ഗ്രൂപ്പിലെ ഔദ്യോഗിക അംഗങ്ങൾ. ഈ ലിസ്റ്റ് നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ ഇന്ത്യ എന്ന രാജ്യമില്ല. ഇന്ത്യ ഇതിൽ അംഗമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കളി മാറുന്നത് ഇവിടെയാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന ഈ 7 വൻശക്തികൾ ഇന്ന് ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകത്തിന്റെ ഭാവി ചർച്ച ചെയ്യാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമ്മേളനത്തിന്റെ ആതിഥേയരായ ഫ്രാൻസ് പ്രത്യേക ക്ഷണിതാവായി ഈ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ ചുവപ്പ് പരവതാനി വിരിച്ച് അവിടേക്ക് സ്വാഗതം ചെയ്തത്. യുക്രൈനിലെ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യതകളെയും ആഗോള സമ്പദ് വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികളെയും കുറിച്ച് G7 യോഗം ചർച്ച ചെയ്യുമ്പോൾ അവിടെ ഭാരതത്തിന്റെ സാന്നിധ്യം അവർക്ക് നിർണായകമാണ്. ഇന്ത്യയും US-ഉം തമ്മിലുള്ള ബന്ധത്തിലെ മഞ്ഞുരുക്കുന്ന ഒരു പ്രധാന സംഭവം ഇവിടെ നടന്നു. 16 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ട്രംപും മോദിയും തമ്മിൽ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ അപ്പുറത്ത് പാകിസ്ഥാനിലിരിക്കുന്ന ഭരണാധികാരികളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇന്ത്യയെ കൂടാതെ ബ്രസീൽ, കെനിയ, ദക്ഷിണ കൊറിയ, UAE തുടങ്ങിയ രാജ്യങ്ങളെ ഈ ഉന്നതതല ചർച്ചകളിലേക്ക് ക്ഷണിച്ചപ്പോൾ പാകിസ്ഥാനെയും അവരുടെ വെള്ളിയേട്ടനായ ചൈനയെയും ഈ പ്രധാന ചർച്ചകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ പ്രധാനപ്പെട്ട പല ചർച്ചകളും നടക്കുമ്പോൾ പാകിസ്ഥാൻ അവിടെ ഒരു സ്ഥാനവുമില്ല. പാകിസ്ഥാനി മാധ്യമങ്ങളിൽ ഇപ്പോൾ ഒരൊറ്റ കരച്ചിലേ ഉണ്ടാവുകയുള്ളൂ, ഞങ്ങളെ എന്തുകൊണ്ട് ആരും വിളിക്കുന്നില്ല എന്ന്. സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാതെ ഭീകരവാദത്തെയും താങ്ങിപ്പിടിച്ച് ഈ രാജ്യത്തെ ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ വിശ്വസിക്കും? യോഗ്യതയുള്ളവനെ ലോകം നെഞ്ചേറ്റും, അല്ലാതെ തന്നെ വഴിയിൽ ഉപേക്ഷിക്കുമെന്ന ലളിതമായ സത്യം ഇനിയെങ്കിലും അവർ മനസ്സിലാക്കണം. പാകിസ്ഥാൻ ഇന്ത്യയെ എങ്ങനെ പൂട്ടാമെന്ന് ആലോചിച്ച് സമയം കളയുമ്പോൾ മോദി ലോകം കീഴടക്കുകയാണ്. ഈ ഒരു നയതന്ത്ര വിജയം പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ആകാശത്ത് നിന്ന് പൊട്ടിമുളച്ചതല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ കഠിനാധ്വാനത്തിന്റെയും ലോക സഞ്ചാരങ്ങളുടെയും ഫലമാണ് ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്നത്. മോദി വിദേശ യാത്രകൾ നടത്തുമ്പോൾ ഇവിടെ ഇരുന്ന് പലരും പരിഹസിച്ചിരുന്നു, എന്തിനാണ് ഇത്രയും യാത്രകൾ എന്ന്. എന്നാൽ ആ യാത്രകൾ ഓരോന്നും കൃത്യമായ ലക്ഷ്യത്തോടെ ആയിരുന്നു എന്ന് കാലം തെളിയിച്ചു. നമുക്ക് ആ പ്രധാന രാജ്യങ്ങളും അവിടെ നിന്ന് ഇന്ത്യക്ക് കിട്ടിയ നേട്ടങ്ങളും നോക്കാം. അമേരിക്കയുമായി മോദി ഉണ്ടാക്കിയെടുത്ത സൗഹൃദം ഇന്ന് പ്രതിരോധ സാങ്കേതിക മേഖലകളിൽ ഇന്ത്യയെ ഒരു സൂപ്പർ പവറായി മാറ്റിമറിച്ചു. അതുപോലെ തന്നെ ഫ്രാൻസുമായി പുലർത്തുന്ന അടുത്ത ബന്ധമാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കരുത്തായ റഫാൽ യുദ്ധവിമാനങ്ങൾ തടസ്സമില്ലാതെ ഇന്ത്യയിലെത്തിക്കാൻ കാരണമായത്. ഗൾഫ് രാജ്യങ്ങളായ UAE, സൗദി അറേബ്യ എന്നിവയുമായി ചരിത്രത്തിലില്ലാത്ത വിധം അടുത്ത ബന്ധമാണ് മോദി കെട്ടിപ്പടുത്തത്. ഇതിന്റെ ഫലമായി കോടിക്കണക്കിന് രൂപയുടെ വിദേശ നിക്ഷേപമാണ് ഇന്ന് ഇന്ത്യയിലേക്ക്
ഇന്ത്യയിലേക്ക് വരുന്നത് എന്ന് മാത്രമല്ല, ഇസ്ലാമിക രാജ്യങ്ങളുടെ മണ്ണിൽ ഭാരതീയ സംസ്കാരത്തിന്റെ പ്രതീകമായി വലിയ ഹൈന്ദവ ക്ഷേത്രങ്ങൾ വരെ അഭിമാനത്തോടെ ഉയർന്നു നിൽക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ സമയത്ത് ആഗോളതലത്തിൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യം മുൻനിർത്തി റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത എണ്ണ വാങ്ങാൻ മോദിയുടെ നയതന്ത്രത്തിന് കഴിഞ്ഞു. ഇന്ന് ലോകത്ത് എവിടെയൊക്കെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും അവിടെയൊക്കെ മധ്യസ്ഥനായി നിൽക്കാൻ ഇന്ന് ലോകം ആവശ്യപ്പെടുന്നത് ഭാരതത്തോടാണ്. ഇത്തവണത്തെ G7 ഉച്ചകോടിയിൽ ചർച്ച ചെയ്യുന്ന പ്രധാന വിഷയങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകും. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ, ആഗോള സമ്പദ് വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികൾ, മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ലോക പ്രശ്നങ്ങളിൽ പരിഹാരം കാണാൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ സഹായം വേണം. മോദി റഷ്യയോടും സംസാരിക്കും, അമേരിക്കയോടും സംസാരിക്കും. ഒരു വശത്ത് യുദ്ധം നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ സമാധാനത്തിന്റെ ദൂതനായി ഭാരതം മാറുന്നത് ലോകം കാണുകയാണ്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഭാരതം തലകുലിക്കില്ല എന്ന് മോദി ലോകത്തിനോട് കാണിച്ചു കൊടുത്തു. ഒരു വശത്ത് അയൽരാജ്യം കടക്കണിയിൽ മുങ്ങി നിൽക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യ പല കാര്യങ്ങളിലും ലോകത്തിനു മുന്നിൽ മാതൃകയാവുകയാണ്. G7 രാജ്യങ്ങളുടെ പട്ടികയിൽ ഔദ്യോഗികമായി ഇന്ത്യ ഇല്ലെങ്കിൽ പോലും ഇന്ത്യയില്ലാതെ ഒരു ആഗോള ചർച്ചയും പൂർണ്ണമാകില്ല എന്ന് ലോകം സമ്മതിക്കുകയല്ലേ. പാകിസ്ഥാൻ ഇന്ത്യയെ തകർക്കാൻ ഇനിയും തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ അവരുടെ നെഞ്ചിരിച്ചിൽ കൂട്ടിക്കൊണ്ട് ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്ക് ഇനിയും കുതിക്കുക തന്നെ ചെയ്യും. ഇനി ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ചില ദേശീയ വിരോധികൾക്കും പ്രതിപക്ഷ നേതാവിനും അല്ലെങ്കിൽ പല നേതാക്കൾക്കും നെഞ്ചിരിപ്പ് കൂടിയിട്ടുണ്ടാവും. അതെ, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇതൊന്ന് കാണണം. കാണുക മാത്രമല്ല, വ്യക്തമായി ഇതൊന്ന് പഠിക്കുകയും വേണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്തേക്ക് വിമാനം കയറുമ്പോഴൊക്കെ ഇവിടെ ഇരുന്ന് മൈക്കും കെട്ടി മോദി ടൂറിലാണ്, മോദി ഉല്ലാസ യാത്രയിലാണെന്ന് പറഞ്ഞ് പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ് ഈ G7 വേദിയിൽ നിന്ന് നിങ്ങൾ കണ്ടത്. രാഹുൽ ഗാന്ധിയും കൂട്ടരും ഒന്ന് മനസ്സിലാക്കണം, മോദി വിദേശത്ത് പോകുന്നത് വെറുതെ കാറ്റുകൊള്ളാനല്ല, മറിച്ച് ഭാരതം എന്ന മഹാരാജ്യത്തിന്റെ പരമാധികാരവും കരുത്തും ലോകത്തിന് മുന്നിൽ ഉറപ്പിച്ചു നിർത്താനാണ്. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന സമയം കൊണ്ട് മോദി ലോകത്തിലെ ഏറ്റവും ശക്തനായ നേതാക്കളെ കൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് ബഹുമാനം വാങ്ങിക്കൊടുക്കുകയാണ് ഈ രാജ്യത്തിന്. മുൻപൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയി വലിയ നേതാക്കളുടെ പുറകിൽ കയ്യും കെട്ടി നിന്നിരുന്ന ഒരു ഇന്ത്യയുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കളി മാറി സുഹൃത്തുക്കളെ. ഇന്ന് ലോക നേതാക്കൾ വരിവരിയായി നിന്ന് മോദിക്ക് ബഹുമാനം കൊടുക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇരുന്ന് എന്തിനും ഏതിനും കുറ്റം കണ്ടുപിടിക്കുന്ന നേതാക്കളോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ: രാഷ്ട്രീയം സ്വന്തം നാട്ടിൽ കാണിക്കാം, പക്ഷേ രാജ്യത്തിന്റെ നയതന്ത്ര വിജയങ്ങളെയും ലോകത്തിനു മുന്നിൽ ഇന്ത്യ നേടുന്ന അഭിമാന നിമിഷങ്ങളെയും പരിഹസിക്കാൻ നിന്നാൽ ജനങ്ങൾ അത് വെച്ചു പൊറപ്പിക്കില്ല. പാകിസ്ഥാനിലെ നേതാക്കൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ മോദി വിരോധികൾക്കും ഈ G7 കാഴ്ചകൾ വലിയൊരു പാഠമാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. മുൻപൊക്കെ അന്താരാഷ്ട്ര സമ്മേളനങ്ങളിൽ വെറും ഒരു കാഴ്ചക്കാരനായി സാന്നിധ്യം അറിയിച്ചിരുന്ന ഒരു ഇന്ത്യ ഉണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? എന്നാൽ ഇന്ന് ആ കളി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണമായി മാറ്റിമറിച്ചു. ഇന്ന് G7 പോലെയുള്ള വൻ ശക്തികളുടെ ഉച്ചകോടിയിൽ ഇന്ത്യ ഔദ്യോഗിക അംഗമല്ലെങ്കിൽ പോലും മോദി അവിടെ എത്തിയാൽ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ആ ഒരൊറ്റ മനുഷ്യനിലേക്കാണ്. ഇത് മോദി എന്ന വ്യക്തിക്ക് കിട്ടുന്ന ബഹുമാനമല്ല, മറിച്ച് 140 കോടി ജനങ്ങളുടെ പ്രതിനിധിയായി മോദി ഭാരതത്തെ ലോകത്തിന്റെ നെറുകയിൽ എത്തിച്ചതിന്റെ തെളിവ്. ഈ തകർപ്പൻ നയതന്ത്ര വിജയത്തെക്കുറിച്ചും പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഈ പതനത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.